എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. നമസ്കാരം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോഫിയയും ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിലെ സാലിയും പത്മരാജന്റെ ഈ രണ്ട് സിനിമകളിലൂടെയാണ് വെള്ളാരം കണ്ണുള്ള ആ പെൺകുട്ടി മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയത്. സാധന എന്ന ആ പെൺകുട്ടിക്ക് ശാരി എന്നു പേരിട്ടതും പത്മരാജനായിരുന്നു. അതിനെക്കുറിച്ച് ശാരി പറഞ്ഞതിങ്ങനെ: മലയാള സിനിമയിൽ എത്തുന്നതിനു മുമ്പ് സാധന എന്നായിരുന്നു എന്റെ പേര്. തമിഴിലും മറ്റും സാധന എന്ന പേരിലാണ് അഭിനയിച്ചിരുന്നതും. പത്മരാജൻ സാറിന്റെ സെറ്റിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് പേര് മാറ്റണമെന്നായിരുന്നു. സാധന നല്ല പേരല്ലേ എന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. പേര് നല്ലതാണെങ്കിലും അതേ പേരിൽ മറ്റു പലരുമുള്ളതിനാൽ അത് വേണ്ടെന്നായിരുന്നു സാറിന്റെ മറുപടി. അല്പനേരം ആലോചിച്ചിരുന്ന ശേഷം സാർ എന്നെ ശാരി എന്ന് വിളിച്ചു. പക്ഷേ മലയാളം അറിയാത്തതിനാൽ സാരി എന്നാണ് ഞാൻ കേട്ടത്. അയ്യോ സാറേ, സാരി എന്ന പേരിട്ടാൽ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ സാർ കൃത്യമായി ശാരി എന്നുച്ചരിച്ചു തന്നു. നടി ശാരദയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ പേരിൽ നിന്ന് ശാരി എന്ന പേരിട്ടതെന്നുകൂടി പറഞ്ഞതോടെ വലിയ സന്തോഷമായി. സത്യത്തിൽ ശാരി എന്ന പേരാണ് എന്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായത്. പത്മരാജൻ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ശാരിയുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് സോഫിയയാണ്. എന്റെ സിനിമാ കരിയർ തന്നെ വിജയകരമായി അടയാളപ്പെടുത്തിയ കഥാപാത്രമല്ലേ മുന്തിരിത്തോപ്പിലെ സോഫിയ? കന്യകാത്വവും ബന്ധങ്ങളും സ്ത്രീ മനസ്സുകളുമൊക്കെ എത്ര മനോഹരമായാണ് പത്മരാജൻ സാർ ആ സിനിമയിൽ വരച്ചിട്ടിരിക്കുന്നത്. പാതിരാത്രിയിൽ ലോറിയുടെ ഹോൺ മുഴക്കത്തിന് ശേഷം സോളമന്റെ ചോദ്യവും അതിനു മടിച്ചു ഞാൻ നൽകുന്ന ഉത്തരവും പോലെ സത്യസന്ധമായ മറ്റൊരു ഡയലോഗ് മറ്റേതെങ്കിലും സിനിമയിൽ കാണാനാകുമോ എന്ന് സംശയമാണ്. തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എനിക്ക് പത്മരാജൻ സിനിമയിലേക്ക് ക്ഷണം വരുന്നത്. ആദ്യം ഭാഷയറിയാത്തതിന്റെ പേരിൽ അല്പം മടിച്ചെങ്കിലും പിന്നെ പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. മുന്തിരിത്തോപ്പുകളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ശാരിയെ തേടിയെത്തി. മുന്തിരിത്തോപ്പുകൾ റിലീസായ അതേ വർഷം തന്നെയാണ് ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിലെ സാലിയായും ശാരി വേഷമിട്ടത്. ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയിലെ സാലി എന്ന കഥാപാത്രം വലിയ വെല്ലുവിളിയായിരുന്നു. പത്മരാജൻ സിനിമകളിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ സിനിമകളിലൊന്നാണ് ദേശാടനക്കിളി കരയാറില്ല എന്ന് പലരും പറയാറുണ്ട്. ടീച്ചറോടുള്ള വാശി തീർക്കാൻ സ്കൂളിൽ നിന്ന് ഒളിച്ചോടുന്ന രണ്ട് പെൺകുട്ടികൾ, അവർ അറിയാത്ത നാടുകളിലേക്ക് പോകുന്നതും പുതിയ ചില്ലകളിൽ താൽക്കാലികമായി കൂടുകൂട്ടുന്നതും ഒടുവിൽ സ്വയം ഇല്ലാതാകുന്നതുമൊക്കെ വലിയ അർത്ഥതലങ്ങളുള്ളതാണ്. ലെസ്ബിയൻ പ്രണയകഥ എന്ന് ഈ സിനിമയെ ചിലരൊക്കെ വ്യാഖ്യാനിച്ചെങ്കിലും അവർക്കൊക്കെ തെറ്റുന്നത് നമ്മൾ കണ്ടു. കഥാതന്തുവിന്റെ സത്യസന്ധത കൊണ്ട് മലയാളത്തിലെ ഏറ്റവും ബോൾഡായ സിനിമാ പരീക്ഷണമാണ് ദേശാടനക്കിളി കരയാറില്ല. അതിലെ പ്രധാന കഥാപാത്രമാകാൻ പത്മരാജൻ സാർ എന്നെ തെരഞ്ഞെടുത്തത് എന്നിലെ നടിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ശാരി പറഞ്ഞു നിർത്തി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.